ആലപ്പുഴ പുന്നമടക്കായലിലെ ചരിത്രപ്രസിദ്ധമായ ജലമേളയ്ക്ക് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാളെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ഓളപ്പരപ്പിലെ പുതിയ രാജാവിനെ കണ്ടെത്താൻ വള്ളംകളി പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പുന്നമടക്കായലിലെ ആവേശത്തിൻ്റെ ഓളങ്ങൾ ഇളകി തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളുമായി പുന്നമടയിൽ നിന്ന് അശ്വിൻ പാലാഴി തത്സമയം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. പറയൂ, ജലമേളയുടെ പുരാണങ്ങളും ഈ ലേറ്റസ്റ്റ് വിവരങ്ങളും. എസ്കേൻ, വെരി ഗുഡ് മോർണിംഗ്. ഇനി എന്തായാലും വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് പുന്നമട കായലിലെ ആവേശത്തിലേക്ക് ഒരു നാട്, ഒരു ജനത ഒന്നാകെ നീങ്ങാനുള്ള ഒരു അവശേഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കൈനഗിരിയിലാണ്. കൈനഗിരി UBCയുടെ ക്യാമ്പിലാണ്. ഇന്നിപ്പോൾ എല്ലാ ക്യാമ്പുകളും, എല്ലാ ബോട്ട് ക്ലബ്ബുകളുമൊക്കെ അവരുടെ തുഴച്ചിലുകാർക്ക് സ്വതന്ത്രമായി, അല്ലെങ്കിൽ അവർക്ക് ഇന്ന് വിശ്രമിക്കാനുള്ള ദിവസമായി കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത്രയും നാൾ ഏകദേശം 48 ദിവസങ്ങൾ നീണ്ട പരിശീലനമാണ് ഓരോ ക്യാമ്പിലും നടന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വള്ളം മഹാദേവികാട് കാട്ടിൽ തിലക്കിയതിലാണ്. 2022 നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ്. ഈ വള്ളത്തിലാണ് UBC കൈനഗിരി ഇത്തവണ അവരുടെ പരിശീലനമൊക്കെ നടത്തിയത്. അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയൊക്കെ ആ ക്ലബ്ബ് പറയുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്ലബ്ബ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഇത്തവണ ഡബിൾ ഹാട്രിക്കിലേക്ക് കടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ് PBC ഉള്ളത്. ഇത്തവണ അവർ തുറയുന്നത് മേൽപ്പാടം ചുണ്ടനിലാണ്. മേൽപ്പാടം ചുണ്ടനിലൂടെ അവർക്ക് 6ാമത് കപ്പ് ഉയർത്താൻ കഴിയും എന്ന വലിയ പ്രതീക്ഷയിലാണ് അവർ. വലിയ ആവേശമൊക്കെ അവരുടെ ക്യാമ്പിലുണ്ട്. പള്ളാത്തുരുത്തിയിലേക്ക് തന്നെ ഇത്തവണ ട്രോഫി കൊണ്ടുവരാനാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ 21 ബോട്ട് ക്ലബ്ബുകളാണ്, ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ പുന്നമടയിലേക്ക് ആവേശത്തോടെ എറിയുന്നത്. വിവിധ വിഭാഗങ്ങളിലായി മറ്റ് ചുണ്ടനുകളും ഉണ്ട്. നാളെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ നെഹ്റു ട്രോഫി വള്ളങ്ങളെ ഉദ്ഘാടനം ചെയ്യുക. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ ഈ തുഴച്ചിലുകാർക്ക് അവരുടെ ദേവാലയങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ക്യാമ്പിൽ നിന്ന് അവർക്ക് വീട്ടിലേക്ക് പോകാനുള്ള അനുവാദം പോലും ഇല്ല. 48 ദിവസം കഠിനമായ പരിശ്രമം, ചിട്ടയായുള്ള ജീവിതക്രമം ഒക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പോലുള്ള അവസരം അവർക്ക് ഈ കഴിഞ്ഞ 48 ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇതാ അവരെ സ്വതന്ത്രമായ ഒരു ദിവസത്തേക്ക് വിട്ടിരിക്കുകയാണ്. അവർ ദേവാലയങ്ങളിലേക്കൊക്കെ പോയി അവരുടെ അവസാന ദിവസത്തെ പ്രതീക്ഷകളൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണ് പോയിട്ട് രാവിലത്തെ ഇന്നൊന്ന് സ്വതന്ത്രമായല്ലേ? അതെ, സ്വതന്ത്രമായി. കഠിന പരിശ്രമം 48 ദിവസത്തെ. ഇനി നാളെ ഇറങ്ങുകയാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ബാക്കി തുഴച്ചിലുകാരൊക്കെ അവിടെ എല്ലാവരും റെസ്റ്റിലും കാര്യങ്ങളിലൊക്കെയാണ്. പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം പൊളിച്ചെടുക്കും. 100% വിശ്വാസം, വിജയം. എസ്കേൻ, എന്തായാലും അതാണ്, തുഴച്ചിലുകാരൊക്കെ എല്ലാ ക്ലബ്ബുകളിലെയും തുഴച്ചിലുകാരൊക്കെ വലിയ ആവേശത്തിലാണ്. അവരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വിശ്രമ വേളകൾക്കൊക്കെ ശേഷം രാവിലെ വരുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് നാളെ വിപുലമായ ഒരുക്കങ്ങളുണ്ട്. നമ്മുടെ വലിയ ടീം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സാങ്കേതിക സൗകര്യങ്ങളോടെയും കായലിൽ നിന്നും കരയിൽ നിന്നും ആ പുന്നമഴയുടെ ആവേശം, ആ ബോട്ട് റേസിൻ്റെ ആവേശം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. എസ്കേൻ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.